അവൻ ബോഡിയുടെ അതേ ദൃശ്യമായിരിക്കുന്ന ശരീരത്തിന്റെ പ്രതിച്ഛായയായി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എങ്കിൽ അദൃശ്യമണ്ഡലത്തിലെ അവൻ ആത്മമണ്ഡലത്തിലേക്ക് കടന്നുപോയി ജീവിക്കേണ്ട മനുഷ്യന്റെ ഒന്നാമത്തെ രൂപമായി യേശു ക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി വന്നു. അവൻ മരണത്തെ ജയിച്ച് ആത്മമണ്ഡലത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാനിടയായെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വീണ്ടെടുപ്പുണ്ട്. ഈ ദൃശ്യമായതിനെ ഉപേക്ഷിച്ച് അദൃശ്യമായതിനെ ഒന്ന് പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ അവൻ രൂപാന്തരപ്പെട്ട് അവൻ സ്വർഗത്തിലേക്ക് കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയുന്നത് ഈ ദൃശ്യമായിരിക്കുന്നത് അത് ഹല്ലേലൂയ പെരിഷബിൾ ആണ്, അത് നശിച്ചു പോകുന്നതാണ്. ഹല്ലേലൂയ. ഈ ദൃശ്യമായിരിക്കുന്നത് പവർലെസ് ആണ്, ശക്തിയില്ലാത്തതാണ്. അതിന് ഹല്ലേലൂയ അവൻ ശക്തി ക്ഷയിച്ചു പോകുന്നതാണ്. ഈ ദൃശ്യമായിരിക്കുന്നത് അവൻ ഹല്ലേലൂയ അത് നശിച്ചു നാശമായ മണ്ണിലേക്ക് ചേരുന്നതാണ്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അവൻ ഹല്ലേലൂയ അത് അദൃശ്യമാണ്, അത് ശക്തിയുള്ളതാണ്, അത് മനോഹരമാണ്, അതൊരിക്കലും നശിച്ചു പോകുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ശരീരം മരിച്ചു മണ്ണോട് ചേർന്നാലും ഒരു ഉയർപ്പ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഭാഗ്യകരമായ പ്രത്യാശയുള്ളവർ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് തന്റെ മരണത്തിൽ 3 പ്രധാന ശക്തികളെ അവൻ പരാജയപ്പെടുത്തുവാനിടയായി. ഒന്നാമത്തേത് ഹല്ലേലൂയ യഹൂദ മതമാണ്. പ്രൈസ് ദി ലോർഡ്. ജുഡായിസം. ഹല്ലേലൂയ. യഹൂദ മതത്തെ അവൻ കർത്താവ് പരാജയപ്പെടുത്തുവാനിടയായി. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. യഹൂദ മതത്തിൽ പ്രധാനമായി 2 സെക്റ്റുകളുണ്ട്. പരീശന്മാരും സദൂക്യരും എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. 2 ഓപ്പോസിറ്റ് ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന സെക്റ്റുകളാണ് പരീശന്മാരും സദൂക്യരും. ഹല്ലേലൂയ. അബ്രഹാം അവൻ ഹല്ലേലൂയ ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് ഇടത്തോട്ട് പോകുന്നുവെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ധ്രുവത്തിൽ സഞ്ചരിക്കുവാൻ അബ്രഹാം വഴി തിരഞ്ഞെടുക്കുവാനിടയായി. ഇതുപോലെ അവൻ പരീശനും സദൂക്യരും എന്ന് പറയുന്ന യഹൂദ മതത്തിലെ 2 സെക്റ്റുകളാണ്. പ്രൈസ് ദി ലോർഡ്. സദൂക്യർ വിശ്വസിക്കുന്നു മരിച്ചവരുടെ പുനരുദ്ധാനമില്ല, ദൂതന്മാരില്ല. പ്രൈസ് ദി ലോർഡ്. മരണത്തിന് അനന്തരമായി ഒരു ജീവിതമില്ല. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എന്നിങ്ങനെയുള്ള പഠിപ്പിക്കലുകളുമായി മുൻപോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് സദൂക്യർ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരീശന്മാർ ഇതിന് അവൻ വിപരീതമായി മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുകയും ദൂതന്മാരുടെ എക്സിസ്റ്റൻസിൽ വിശ്വസിക്കുകയും അവൻ മരണത്തിന് ശേഷമായിട്ട് ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി തങ്ങളുടെ അവൻ പുനരുദ്ധാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ പ്രത്യാശയോടുകൂടെ നിൽക്കുന്നതായ ഒരു കൂട്ടമാണ് പരീശന്മാർ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ യേശു കർത്താവിന്റെ പിന്നാലെ താൻ ഈ ലോകത്തിൽ നിന്ന് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവൻ കടന്നു പോകുമ്പോൾ പരീശന്മാരും സദൂക്യരും അവന്റെ പിന്നാലെ കടന്നുകൂടിയിട്ടുണ്ട്. പലപ്പോഴും സദൂക്യരെ ഹല്ലേലൂയ പലവിധമായ ചോദ്യങ്ങളാൽ കൊടുക്കുവാൻ വേണ്ടി യേശുവിന്റെ അടുക്കലേക്ക് വന്ന പല ചോദ്യങ്ങൾ ചോദിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞ് അവരെ ഹല്ലേലൂയ അവൻ വായ അടച്ചുകൊണ്ടാണ് അവൻ മുൻപോട്ട് പോകുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് അവൻ സദൂക്യർ വിശ്വസിക്കുമ്പോൾ 1 കൊരിന്ത്യർ അവൻ ഹല്ലേലൂയ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ സദൂക്യരുടെ വിശ്വാസത്തെ പിന്തുടർന്നുകൊണ്ട് മോർമോൺസ് എന്ന് പറയുന്നതായ ഒരു പ്രത്യേകമായ കൾട്ട് ഗ്രൂപ്പ് അവൻ സഭയ്ക്കകത്തേക്ക് കടന്നു വന്ന സഭയിൽ അവൻ നുഴഞ്ഞു കയറുവാനിടയായി. മരിച്ചവരുടെ പുനരുദ്ധാനമില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല, ദൂതന്മാരില്ല, സൈറ്റാനില്ല, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കലുകളുമായി ജനത്തെ അവൻ ഉപദേശത്തിൽ നിന്ന് വഴിതിരിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് അതിനിടയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് സഭയോട് കൊരിന്ത്യ സഭയോട് പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മരിച്ചവർക്ക് പുനരുദ്ധാനമുണ്ട്. നമ്മുടെ പുനരുദ്ധാന ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് തേജസ് കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. മറ്റ് ശരീരങ്ങൾക്ക് വ്യത്യസ്തമായ തേജസ് ഉണ്ട്. മനുഷ്യന്റെ ഭൂമിയിലെ മനുഷ്യന്റെ ശരീരമുണ്ട്, മൃഗങ്ങളുടെ ശരീരമുണ്ട്, പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യങ്ങൾക്ക് ശരീരമുണ്ട്, മരങ്ങൾക്ക് അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്ക് പ്രത്യേകമായ ശരീരമുണ്ട്. ഈ ശരീരങ്ങളെല്ലാം
വ്യത്യസ്തപ്പെട്ടു നിൽക്കുകയാണ്. അതുപോലെ ഹെവൻലി ബോഡീസ്, സ്വർഗീയ ശരീരങ്ങൾ, സെലസ്ഷ്യൽ ബോഡീസ്, അതിന് വ്യത്യാസങ്ങളുണ്ട്. അത് സൂര്യന്റെ ശരീരം തേജസ് പോലെയല്ല. 3 നിലകൾ ചന്ദ്രൻ നൽകപ്പെട്ടിരിക്കുന്ന തേജസ്, അത് നക്ഷത്രങ്ങൾ തമ്മിൽ അതിന് തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. ഇങ്ങനെ അവൻ ഭൗമിക ശരീരങ്ങൾക്കും സ്വർഗീയ ശരീരങ്ങൾക്കും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ മനുഷ്യന്റെ ഉയർപ്പ് വരുമ്പോൾ അവൻ തേജസ് കൊണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനവൻ ഹല്ലേലൂയ ചെയ്ത അവനവന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് അവർ തേജസ് കൊണ്ട് വ്യത്യാസപ്പെടുവാനിടയാകും. അവർ ചെയ്ത നന്മ പ്രവൃത്തികൾക്കനുസരിച്ച് തേജസ് കൊണ്ട് അവർ വ്യത്യാസം ഉണ്ടാകുവാനിടയാകും. അതുകൊണ്ട് മനുഷ്യരുടെ പുനരുദ്ധാനമുണ്ട്. നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. അതിന്റെ ആദ്യ ഫലം എന്നവണ്ണം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. സദൂക്യരുടെ അവൻ വിശ്വാസത്തെ മുറുകെ പിടിപ്പിക്കുന്ന അതേ ആ കൾട്ട് ഗ്രൂപ്പിനെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ആ അനന്തരമായിട്ട് ഒരു ജീവിതം ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൂതന്മാർ ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, പിന്നെ എന്തിനാ നിങ്ങൾ മരിച്ചവരുടെ സ്നാനം കഴിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന ഒരു ഉപദേശ പിശക സഭകത്ത് വിടുവാനിടയായി, അവർക്ക് പഠിപ്പിക്കുവാനിടയായി. എല്ലാവരും ലക്ഷ്യങ്ങൾ മാത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവർ മരിച്ചവരുടെ ആത്മാക്കളെ വിളിച്ചു വരുന്ന സ്പിരിറ്റിസം എന്ന പ്രത്യേകമായ അതേ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, കൾട്ടിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, ആ അഭിചാര കർമ്മത്തെ അവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, സ്പിരിറ്റിനോട് മരിച്ചവരുടെ ആത്മാക്കളോട് സംസാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവർക്ക് സ്നാനമേൽക്കുവാൻ പെർമിഷൻ ചോദിച്ചുകൊണ്ട് സ്നാനമേൽക്കുന്നതായ രീതികൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മരിച്ചവർക്ക് പിന്നീട് ജീവനില്ലായെങ്കിൽ, ദൂതന്മാരില്ലായെങ്കിൽ, മരണാനന്തരം ജീവിതമില്ലായെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നു എന്ന് പൗലോസ് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം അങ്ങനെ ഒരു പഠിപ്പിക്കുന്നില്ല. എന്നാൽ അവരുടെ വാദത്തിന് വിരുദ്ധമായി അവർ തന്നെ ചെയ്യുകയാണ്. ഹല്ലേലൂയ. മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നു. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ട്. പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും ഒക്കെ വ്യത്യസ്തമായ നിലകളിൽ അവർ ചിന്തിച്ചു പോകുമ്പോൾ അവർ യേശുവിനെ അംഗീകരിക്കാതെ അവർ യഹൂദ മതം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന് എതിരായിട്ട് നിന്നു. ഹല്ലേലൂയ. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവൻ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഹല്ലേലൂയ. അവൻ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യക്തമാകുന്നു. ഹല്ലേലൂയ. നാം വിശ്വസിക്കുന്നതും നാം പ്രത്യാശിക്കുന്നതുമായ കാര്യം, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇനി വേഗം വരും. അവൻ ആകാശമേഖലയെ വാഹനമാക്കി അവൻ കടന്നു വരുമ്പോൾ അവൻ നമ്മളുടെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. അവൻ ജീവനോട് ശേഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരം സംഭവിക്കും. നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഖലയിൽ എടുക്കപ്പെടുമെന്നുള്ള ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് യഹൂദന്മാരുടെ അവൻ മതം, ഹല്ലേലൂയ, യേശുവിന് എതിരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ മതം യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബർന്നബാസിനെ വിട്ടേക്കുക, യേശുവിനെ ക്രൂശിക്കുക എന്ന യഹൂദ മതം യേശുവിനെ നോക്കി വിളിച്ചു പറയുവാനിടയായി. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ മരണം, പ്രൈസ് ദി ലോർഡ്, അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ല. നാം ചിലർ ചിന്തിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ച് ഹല്ലേലൂയ പ്രത്യേക സാഹചര്യത്തിൽ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് ആ ഗലീല പട്ടണങ്ങളിലുടനീളം നടന്നുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ തന്റെ പിന്നാലെ കൂട്ടിക്കൊണ്ട് ഹല്ലേലൂയ മുൻപോട്ട് പോയ വ്യക്തിയല്ല. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ചിലർ കടന്നു വന്ന് അവനെ പിടിച്ചുകൊണ്ടുപോയി ക്രൂശിന്മേൽ തറച്ച് അവർ കൊന്നുകളയുകയായിരുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം, ഹല്ലേലൂയ, according to the scripture, അവൻ തിരുവചന പ്രകാരം യേശു മരിക്കുവാനിടയായി. അവൻ സങ്കീർത്തനങ്ങൾ 22 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52, 53
അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളും അവൻ അനുഭവിക്കേണ്ട യാതനകളും ക്രൂശീകരണത്തിലും അവൻ വ്യക്തമായി പ്രവാചകൻ വിളിച്ചു പറയുവാനിടയായി തീർന്നു. യേശുവിന്റെ മരണം യാദൃച്ഛികമായിട്ട് സംഭവിച്ച ഒന്നല്ല. അത് സ്ക്രിപ്ചറിൻ പ്രകാരം, തിരുവചന പ്രകാരം, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടന്ന കാര്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തന്നെ ദൈവം ഹല്ലേലൂയ മനുഷ്യനൊരു വാഗ്ദത്തം കൊടുക്കുവാനിടയായി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം അവൻ ഹല്ലേലൂയ കാലങ്ങൾ കഴിയുമ്പോൾ പ്രവാചകന്മാർ പിന്നെയും ഏറ്റുപറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്ന മനുഷ്യൻ നഷ്ടമായിരിക്കുന്ന ആ തേജസ്സിന്റേതായ അനുഭവത്തെ മടക്കി നൽകിക്കൊണ്ട് അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അതേ വചനമാണ്. ഹല്ലേലൂയ. ഈ മൺമയമായതിനെ നമ്മൾ ഉപേക്ഷിക്കും, ആ തേജസ്സുള്ളതിനെ വിൺമയമായതിനെ നാം പ്രാപിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മർത്യമായതിനെ ഉപേക്ഷിച്ച് അമർത്യമായതിനെ സ്വീകരിക്കുവാൻ വേണ്ടി അവൻ ദൈവം നമുക്കൊരു വാഗ്ദത്തം നൽകുവാനിടയായി. ഏദൻ തോട്ടത്തിൽ അവൻ ഹല്ലേലൂയ പാപം ചെയ്തതായ മനുഷ്യനെ പുറത്താക്കിയിട്ട് അവൻ അവിടെ ദൂതനെ ഊരിപ്പിടിച്ച വാളുമായി ദൈവം കാവൽ നിർത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും ഒരു മനുഷ്യനെയും ഏദൻ തോട്ടത്തിലേക്ക് പാപം ചെയ്തവൻ പ്രവേശിക്കുവാൻ പാടില്ല. പ്രവേശിച്ചു കഴിഞ്ഞാൽ വാളിന്റെ അവൻ മൂർച്ചയ്ക്ക് അവൻ ഇരയായി തീരും. ഹല്ലേലൂയ. എന്നാൽ കാലസമ്പൂർണതയിൽ അവൻ കർത്താവായ യേശു ക്രിസ്തു കന്യകയിൽ ഭൂജാതനായിട്ട് കാൽവറിയിലെ കുലമരത്തിൽ കാരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് അവൻ ഹല്ലേലൂയ അവൻ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവന്റെ മരണത്തിൽ സംഭവിച്ചതാണ് ഏദൻ പർദീസയിലേക്ക് ആ കർത്താവ് ക്രൂശനായി കടന്നെല്ലുമ്പോൾ ആ ദൂതന്റെ വാളിനാൽ യേശു ക്രിസ്തു വെട്ടേൽക്കുവാനിടയായി. മനുഷ്യപുത്രൻ അവൻ ഹല്ലേലൂയ വെട്ടേൽക്കുവാനിടയായി. അപ്പോൾ മനുഷ്യനാൽ എന്നേക്കുമായി അവൻ വിലക്കപ്പെട്ട് കിടന്നതായ ഏദൻ തോട്ടത്തിലേക്കുള്ള പ്രവേശനം യേശു ക്രിസ്തുവിന്റെ മരണത്താൽ അവൻ വഴിതെളിച്ച് ഒരുക്കപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. ഇനി ഏത് സമയത്തും ധൈര്യത്തോട് കൃപാസനത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനുള്ള ഒരു പ്രവേശനം മനുഷ്യകുലത്തിന് വേണ്ടി ദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ അവൻ ഒരുക്കിയെടുക്കുവാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ മരണം എന്ന് പറയുന്നത് അത് തിരുവചന പ്രകാരം, ദൈവവചന പ്രകാരം സംഭവിച്ചതൊന്നാണ്. യേശുവിന്റെ മരണം എന്ന് പറയുന്നത് സ്ക്രിപ്ചർ പ്രകാരം, തിരുവചന പ്രകാരം, അവ ദൈവത്തിന്റെ വചന പ്രകാരം നടന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. യഹൂദ മതത്തിലെ കർത്താവായ യേശു ക്രിസ്തു പരാജയപ്പെടുത്തി. അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരും പുരുഷന്മാരും എല്ലാം അവൻ നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ യേശു നടന്നു പോകുകയാണ്. അവനെ ക്രൂശിക്കുവാനായി കൊണ്ടുപോകുകയാണ്. അവൻ ഹൃദയത്തിനകത്ത് അത്യന്തം സന്തോഷിക്കുവാനിടയായി. ഞങ്ങളുടെ ഇഷ്ടം നിറവേറി. മാനുഷികമായി നോക്കുമ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് യേശു ക്രൂശിക്കപ്പെടുവാനായി കടന്നു പോകുകയാണ്. എന്നാൽ ഹല്ലേലൂയ അദൃശ്യ മണ്ഡലത്തിൽ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇവിടെ അവൻ ഹല്ലേലൂയ സ്റ്റേജിൽ നടക്കുന്ന ഡ്രാമ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് കാണുമ്പോൾ യേശു ക്രൂശിക്കപ്പെടുന്നു, യേശു പരാജയപ്പെടുന്നു, അവനൊരു പരാജിതനാണ്, അവൻ തല കുനിച്ചു നിൽക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അവൻ ഹല്ലേലൂയ സ്റ്റേജിന്റെ പിന്നിൽ നടക്കുന്ന സംഭവം, യഥാർത്ഥമായ സംഭവം മറ്റൊന്നാണ്. അതൊരു യാഥാർത്ഥ്യം വേറെയാണ്. അവൻ മുന്നമേ പറഞ്ഞതുപോലെ നമ്മൾ കണ്ണിന് കാണുന്നതല്ല യഥാർത്ഥം. ഹല്ലേലൂയ. ഇതിന്റെ പിന്നിൽ അവൻ ഹല്ലേലൂയ മറ്റൊന്നുണ്ട്, അദൃശ്യ മണ്ഡലത്തിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പുറമേയുള്ള ലോകത്തിൽ മനുഷ്യൻ കാണുമ്പോൾ യേശു ക്രൂശിതനായി